ഇത്രയും കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയായിരിക്കും ഇതെല്ലാം കൂടി എങ്ങനെ പഠിച്ചെടുക്കും എന്നല്ലേ അല്ലേ. അപ്പോൾ എങ്ങനെ പഠിക്കണമെന്ന് മിസ് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇതിൽ നിന്ന് വന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ മിസ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, കംപ്ലീറ്റ് ദി ഇല്ലസ്ട്രേഷൻ അപ്രോപ്രിയറ്റ്ലി. നിങ്ങൾ പലപ്പോഴും വിടുന്ന ഒരു ഭാഗമായിരിക്കും ഈ സൈഡ് കോർണറിൽ കാണുന്ന ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മളോട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഭാഗങ്ങൾ എഴുതുക, അവരുടെ ധർമ്മം എഴുതുക. അപ്പോൾ അത് എഴുതാനായിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കി വെക്കുക. മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? നമ്മുടെ വിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. ആൻഡ് കണ്ണിന്റെ പിരികത്തിന്റെ ഒക്കെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് മിഡ് ബ്രെയിൻ ആണ്. പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ മസിൽസ് അല്ലേ, നമുക്ക് ചിരിക്കാനൊക്കെ പറ്റുന്നത്, കരയാനൊക്കെ പറ്റുന്നതൊക്കെ ആരുള്ളത് കൊണ്ടാണ്? പോൺസ് ഉള്ളത് കൊണ്ടാണ്. മെഡുല്ല ഒബ്ലോങ്കേറ്റയോ നമ്മുടെ ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, അതുപോലെ വോമിറ്റിംഗ്, സ്നീസിങ് അല്ലെ, ഛർദ്ദിക്കുക, നമ്മൾ തുമ്മുക, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ് ആണ്. ഇത് മൂന്നും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇനി എളുപ്പത്തിൽ പഠിക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളാം. ഇവിടെ റിലീസ് സ്റ്റേറ്റ് ഓഫ് മെസ്സേജസ് അല്ലെങ്കിൽ സന്ദേശങ്ങളുടെ പുനർപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ്? അത് മറ്റാരുമല്ല, നമ്മുടെ തലാമസ് ആണ്. മാത്രമല്ല ഇവിടെയാണ് നമ്മുടെ പെയിൻ കില്ലേഴ്സ് ആക്ട് ചെയ്യുന്നത്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. രണ്ടാമത്തേത് ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ ഹോമിയോസ്റ്റാസിസ്, നമ്മുടെ ആന്തര സമസ്ഥിതി പാലനം, ഇന്റേണൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹൈപ്പോ തലാമസ് ആണ്. പിന്നെ നിങ്ങളെ കുഴപ്പിക്കുന്ന മറ്റൊന്നാണ് സെറിബെല്ലം, നമ്മുടെ ഇക്വിലിബ്രിയം, മസിൽസ് ഒക്കെ കോൺട്രാക്ട് ചെയ്ത് നമ്മുടെ ശരീര തുലനത പാലിക്കുന്നത് സെറിബെല്ലമാണ്. ആൻഡ് പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബ്രെയിനിൽ ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത് ഗ്രേ മാറ്റർ ആണ്, ബാഹ്യഭാഗം. അതിനെ നമ്മൾ കോർട്ടിക്സ് എന്ന് പറയുന്നു. ഇന്നർ പാർട്ട് വൈറ്റ് മാറ്റർ ആണ്, ആന്തരഭാഗം എന്ന് പറയുന്നത് മെഡുല്ലയാണ്. അപ്പം സ്പൈനൽ കോഡിൽ അല്ലെങ്കിൽ നമ്മുടെ സുഷുമ്നാ നാഡിയിൽ ഇതിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പം സൂപ്പറായിട്ട് പഠിക്കാം. അപ്പം ഇന്നത്തെ ലൈവ് മിസ്സാക്കരുത്. തകർപ്പൻ ക്വസ്റ്റ്യൻസും എല്ലാ കോൺസെപ്റ്റും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം സീ യു സൂൺ. ബൈ.